നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്. നമ്മൾ പൊതുവെ എല്ലാവർക്കും എനിക്കെല്ലാം അറിയാം, ഞാൻ എന്തോ ഒരു സംഭവമാണെന്നൊരു ഒരു അബദ്ധധാരണയുണ്ട്. നമുക്ക് പക്ഷേ വെള്ളം കുടിക്കാൻ അറിയില്ല, ഭക്ഷണം കഴിക്കാൻ അറിയില്ല, മര്യാദക്ക് ശ്വാസം വലിക്കാൻ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഭൂമിയിൽ ജീവിക്കാൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് വായു, വെള്ളം, ഭക്ഷണം. ഞാനിപ്പോൾ ശ്വാസം വലിക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം. നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് ഇത്രയും കാലം നിങ്ങൾ ശരിക്കും വലിച്ചത് ശരിയായിട്ടാണോ, ഇനി എങ്ങനെ ചെയ്യണം, എന്താണ് ഈ ബ്രീത്തിങ് എക്സസൈസസ് എന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഘടന ഒന്ന് മനസ്സിൽ കാണുക. ഇപ്പം നമ്മൾ ഡിസംബർ മാസത്തിലെല്ലാം ഫുള്ള് ഇല പൊഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ കണ്ടിട്ട് ഒരു മെയിൻ തടി വരുന്നു, അത് രണ്ടായിട്ട് തിരിഞ്ഞ് 4, 8, 16 ഇങ്ങനെ തിരിഞ്ഞ് നിറച്ച് ചില്ലക്കമ്പൊളി വീശി ഇങ്ങനെ ഒറ്റ ഇലയില്ലാത്തൊരു മരം മനസ്സിൽ കാണാം. അതിൻ്റെ എല്ലാ ചില്ലക്കമ്പിൻ്റെ അറ്റത്ത് ഓരോ ബലൂണുകൾ ഇട്ട് വെക്കുക. ഇതൊന്ന് മനസ്സിൽ കാണാം. ഈ മരത്തെ തലകീഴായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിലൊന്ന് സങ്കല്പിക്കുക. നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ മൂക്കിലൂടെ വായിലൂടെ പോകുന്ന വായു തൊണ്ടയിലൂടെ പോയിട്ട് താഴേക്ക് വന്ന് ട്രക്കിയ, അത് ആ മരത്തിൻ്റെ മെയിൻ തടിയാണെന്ന് വിചാരിക്കുക. ആ ട്രക്കിയ രണ്ടായിട്ട് തിരിയുന്നു, രണ്ട് വശത്തെ ശ്വാസകോശങ്ങളിലേക്ക്. പ്രൈമറി ബ്രോങ്കസ് രണ്ടായിട്ട് തിരിയുന്നു, റൈറ്റ്, 2 ചില്ലയായിട്ട് തിരിഞ്ഞു. ഈ 4, 8, 16 തിരിഞ്ഞ് കുറേ ചില്ലകൾ, എല്ലാം കുഴലുകളാണെന്ന് മനസ്സിൽ കാണാം. ഒരു 10, 15 സെക്ഷൻ കുഴൽ തിരിഞ്ഞു, റൈറ്റ്. ഇപ്പം ചില്ലകൾ വീശി നിൽക്കുന്ന മരം പോലെ അകത്ത് കാണാം. ഇനി എല്ലാ അറ്റത്തുള്ള ബലൂൺ മനസ്സിൽ കാണാം. ഈ ബലൂണുകളാണ് എയർ സാക്കുകൾ. ട്രക്കിയ, പ്രൈമറി ബ്രോങ്കസ്, സെക്കൻഡറി ബ്രോങ്കസ്, ടെർഷ്യറി ബ്രോങ്കസ്, ആ കുഴലുകൾ വരുന്നു. ഏറ്റവും അറ്റത്ത് എയർ സാക്കുകൾ. ചെറുപ്പത്തിലെല്ലാം നമ്മുടെ ശ്വാസകോശത്തിന് ഒരു 4, 4.5, 5 ലിറ്ററോളം എയർ കപ്പാസിറ്റി ഉണ്ടാകുക, വൈറ്റൽ കപ്പാസിറ്റി. അത് കാലക്രമേണ കുറഞ്ഞു വരും. ചിലപ്പോൾ ഇപ്പോൾ നമുക്കൊരു 3 ലിറ്റർ ശ്വാസം വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കുഴലുകളിൽ ഏകദേശം 1.5 ലിറ്ററോളം വായു കെട്ടി നിൽക്കും. പിന്നെ 1.5 ലിറ്ററാണ് ഈ ബലൂണുകളിലേക്ക് പോകുക. ചെറുപ്പത്തിൽ 4 ലിറ്റർ തരുമ്പോൾ 1.5 ലിറ്റർ കുഴലുകളിൽ 2 ലിറ്റർ എയർ സാക്കുകളിലേക്ക് പോകുമായിരുന്നു, റൈറ്റ്. ഇനി നമ്മൾ സാധാരണ ശ്വാസം വലിക്കുന്നതെന്ന് മനസ്സിൽ കാണാം. ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു 1.5 ലിറ്ററോളം വായു അകത്തേക്ക് പോകുന്നു. ശ്രദ്ധിക്കണം, കുഴലുകളുടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള വായു ആയിട്ടില്ല. ഓക്സിജനുള്ള വായു കുഴലുകളിലൂടെ പോയി, ശ്വാസം പുറത്തേക്ക് ഇട്ടു, അതങ്ങോട്ട് പോയി. എയർ സാക്കിൻ്റെ അകത്തുള്ള വായുവിലേക്ക് പോകുന്നത് കുഴലിൽ നേരത്തെ കിടക്കുന്ന വായു ആയിരിക്കും. അപ്പോൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആ മിക്സിങ്ങും ക്ലീനിങ്ങും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് ഓർക്കുക, റൈറ്റ്. 1.5 ലിറ്റർ വായു വലിക്കുമ്പോൾ ആ കുഴലുകളിൽ കിടക്കുന്ന വായു കുറച്ച് അൽവെള്ളിലേക്ക് പോകുന്നു, മിക്സ് ആകുന്നു. അവിടെ നിന്നും ശ്വാസം വിടുമ്പോൾ ഈ വലിച്ച വായു തന്നെ പുറത്തേക്ക് പോകുന്നു. വളരെ കുറച്ചേ പുതിയ വായു എയർ സാക്കുകളിലേക്ക് പോകുന്നുള്ളൂ. നമ്മുടെ രക്തത്തിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കുന്നത് എയർ സാക്കിൽ നിന്നാണ്, കുഴലുകളിൽ നിന്നല്ല. സോ ഇവിടെ ചിന്തിക്കേണ്ടത് വളരെ കുറച്ച് ഓക്സിജനുള്ള വായുവേ ബലൂണുകളിലേക്ക് എത്തുന്നുള്ളൂ. ഇനി നിങ്ങൾ നീട്ടി ശ്വാസം വലിച്ചു നോക്കാം. ഒരു 3 ലിറ്റർ മനസ്സിൽ കണ്ടു നോക്കാം. 3 ലിറ്ററോളം വായു അകത്തേക്ക് ഓക്സിജനുള്ള 1.5 ലിറ്ററോളം വായു എയർ സാക്കിലേക്ക് ചെന്നു, മിക്സ് ചെയ്തു, ശ്വാസം വിടുന്നു, പുറത്തേക്ക് വായു പോയി. അപ്പോൾ 3 ലിറ്റർ പുറത്തേക്ക് വിടുമ്പോൾ 1.5 ലിറ്റർ വായുവിൻ്റെ മിക്സിങ് നടന്ന എയർ സാക്കിൽ. സോ നമ്മുടെ ഷാലോ ബ്രീത്തിങ് ചെയ്യുമ്പോൾ എത്ര കുറച്ച് ഓക്സിജനാണ് ഇപ്പം എയർ സാക്കിളിൽ ചെല്ലുന്നതും അവിടെ നിന്ന് ബ്ലഡിലേക്ക് പോകുന്നതെന്ന് കാണാം, റൈറ്റ്. അതേപോലെ തിരിച്ച് ചിന്തിക്കുക, എത്ര കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് പോകണത്. ഇനി മൂക്കിലൊക്കെ ഓക്സിജൻ ട്യൂബെല്ലാം വെച്ച് കിടക്കുന്ന ആൾക്കാരൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ വേണ്ടേ? അകത്തുള്ള അശുദ്ധവായു കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളണ്ടേ? അപ്പം നമ്മളുടെ സാധാരണ ഈ ശ്വാസം മാത്രം വലിച്ചിട്ടെങ്കിൽ എത്ര കുറച്ച് ഓക്സിജനാണ് ചെല്ലുന്നത്, എത്ര കുറച്ച് ക്ലീനിങ്ങാണ് നടക്കുന്നത്. നമ്മുടെ അകത്തുള്ള എത്രത്തോളം ഇമ്പ്യൂരിറ്റീസ് നമ്മുടെ ശ്വാസത്തിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ടെന്നറിയോ? സോ ഒന്ന് ചിന്തിക്കുക. ശ്വാസം വലിക്കാൻ പോലും അറിയാതെയാണ് നമ്മളിതെല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നത്. സോ എന്ത് വ്യായാമം ചെയ്യുമ്പോഴും അതിൻ്റെ ഒപ്പം ഡീപ്പ് ബ്രീത്തിങ്, മൂക്കിലൂടെ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക, മൂക്കിലൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പക്ഷേ കൂടുതൽ ശ്വാസം സ്പീഡിൽ കളയേണ്ട ആവശ്യം വരുമ്പോൾ വേണമെങ്കിൽ പുറത്തേക്ക് എക്സലേഷന് വേണമെങ്കിൽ വായു കൂടെ ഉപയോഗിക്കാം നമുക്ക്. സോ എന്താണ്
ശ്വാസകോശം, അതിൻ്റെ ഘടന എന്താണ്, എങ്ങനെയാണ് ശ്വാസം വലിക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഓരോ വ്യായാമം ചെയ്യുമ്പോഴും എന്തിനാണ് ബ്രീത്തിങ്, എന്താണ് യോഗയിൽ പറഞ്ഞിരിക്കുന്ന പ്രാണായാമം, അത് ഇതെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നും അറിയാതെ കുറേ അക്ഷരങ്ങളിൽ കൂട്ടിപ്പിടിച്ച് കുറേ സർട്ടിഫിക്കറ്റ്സും കിട്ടി, ഞാൻ ഡോക്ടർ, ഞാൻ എൻജിനീയർ, ഞാൻ വക്കീൽ, ഞാൻ ബാങ്ക് മാനേജർ എല്ലാം പറഞ്ഞ് വെറുതെ അഹങ്കരിച്ച് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ വായു വലിക്കാനോ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും നമുക്കറിയില്ല എന്നുള്ളതാണ് സത്യം.